ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഉഫ്, എൻ്റെ മോനെ, ഇതാണ് റിപ്ലൈ. മാസ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച റിപ്ലൈ. ശരിക്കും പറഞ്ഞാൽ ഈ റിപ്ലൈ കണ്ട സമയത്ത് എൻ്റെ മനസ്സ് രേണു ചേച്ചി ഇത്ര മാസമായിരുന്നോ, ഈ മാസ്നെസ് നീ കണ്ടില്ലേലോ എന്നൊക്കെ ചോദിച്ചതാ. ഇതൊക്കെ കണ്ടിങ്ങനെ മോട്ടിവേഷൻ വന്ന് ഞാൻ തന്നെ കുറച്ച് നേരം ഇങ്ങനെ എണീച്ചൊക്കെ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് യൂട്യൂബ് തുറന്നപ്പോഴാടാ രേണു ചേച്ചീൻ്റെ മാസ് ഇതിൽ മാത്രമൊന്നും അല്ല, വേറെ പലതിലുമാണെന്ന് മനസ്സിലായത്. അപ്പം ഇന്നത്തെ ചാനൽ ഇസ് ഓൾ അബൌട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയ സമയം തന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് നോക്കി, ഇത് രേണുവിൻ്റെ തന്നെയാണോ? ഇനി ഞാൻ DP നോക്കി, ഞാൻ പേര് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് കണ്ടത്. വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സത്യാടാ, സത്യ മാസ് ഇടുന്നത് പോലെ എല്ലാ കാര്യത്തിലും രേണു ചേച്ചി മാസാന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് അബൌട്ട് സ്ക്രീൻഷോട്ടാണ്. രേണുസുതി സപ്പോർട്ടേഴ്സ്, രേണുസുതി ഫാൻ ഗേൾസ്, എന്താണ് രേണുവിന് വേണ്ടി ജീവിക്കുന്ന കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഈ വീഡിയോ കാണുന്ന എല്ലാ രേണു ടീമുകൾക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ കുറേ പേര് അത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം പൊതുവേ ഞാൻ ഇൻട്രോയിൽ എന്തെങ്കിലുമൊക്കെ പറയലുണ്ടടാ, ഇന്നൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ ആ സ്ക്രീൻഷോട്ടിൻ്റെ മായിക ലോകത്തായിപ്പോയി. അപ്പം എന്തൊക്കെയാണ് അവസ്ഥ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ നല്ല അടിപൊളിയായിരിക്കുന്നു. ഈ ആഴ്ച 2-3 കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഉണ്ടാവും. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും എന്നെ മറന്നു പോകരുത്. ഞാൻ എന്തായാലും വീഡിയോസായി പവർഫുള്ളായി സെറ്റായിട്ട് വരും. പിന്നെ എന്താ അവസ്ഥ? ചൂടുണ്ടോ? ചൂട് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാൻ തന്നെ അറിയില്ല. ഗംഭീര ചൂട്, അതിലപ്പുറം ചൂട്. എനിക്ക് ഒരു വിധേനയും സഹിക്കാൻ പറ്റാണ്ട് ഞാനിങ്ങനെ വേർത്തൊലിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ മുടിയൊക്കെ ഭയങ്കര അടിപൊളിയായി കെട്ടി ഇന്ന് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പൊന്നു മക്കളെ, അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാം കെട്ടിയിടുന്നത്. കാരണം ഞാനിങ്ങനെ വേർത്തൊലിക്കുകയാണ്. ഇമാതിരി ചൂട് വയനാട്ടിൽ എന്ന് പറയുമ്പോൾ പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, വെയിൽ സമയത്ത് പുറത്തിറങ്ങാണ്ട് നിൽക്കാൻ ശ്രമിക്കുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, കുട യൂസ് ചെയ്യുക, അവനവൻ്റെ സ്കിന്ന് ബോഡിയൊക്കെ ടേക്ക് കെയർ ചെയ്യുക. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യം നോക്കുക. സൂര്യാഘാതം ഏറ്റ് ഈ അടുത്തൊരു മരണമുണ്ടായ കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇറക്കിയിരുന്നു. ടേക്ക് കെയർ, ബി സേഫ് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് അമിയ അൺഫിൽറ്റേഡ് എന്ന് പറയുന്ന എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള ചാറ്റിലോട്ട് കിടക്കാം. അപ്പോൾ 2 സ്ക്രീൻഷോട്ടാണ് മെയിനായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ വെക്കാം. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ മുകളിലൊരു പേരൊക്കെ കിടക്കുന്നുണ്ട്. ഞാനതൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. കാരണം ഈ സ്ക്രീൻഷോട്ട് ഷഫീന ചേച്ചി ആളുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എങ്ങനെയാണോ കാണിച്ചത് ആ സെയിം പീസ് തന്നെ കാണിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് ഞാനതിനെ കീറി മുറിക്കുന്നൊന്നുമില്ല. അപ്പോൾ മുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, പേര് രേഷ്മ പി തങ്കച്ചൻ എന്നാണ്. ആൻഡ് DP കണ്ടാലും അറിയാം, ആ സാരി എടുത്തിട്ടുള്ള സൈഡ് ആംഗിളുള്ള DP ആണ്. രേഷ്മ ചേച്ചീൻ്റെ അക്കൗണ്ട് തന്നെയാണ്. ഈ കറൻ്റ്ലി രേഷ്മ ചേച്ചീൻ്റെ ഫേസ്ബുക്കിൻ്റെ പേര് രേഷ്മ ചേച്ചി മാറ്റി വേറൊരു അനുപമ കയറി വന്നിരുന്നു. അതിന് ഹാക്കാണോ എന്താണോ എന്നൊക്കെ നമ്മൾ വലിയൊരു ചർച്ചയൊക്കെ നടത്തി. എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഹാക്കിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല, സെയിം പേര് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാളുമായിട്ടുള്ള ചാറ്റ് ആൻഡ് കോൺവെർസേഷനാണ്. അതിൽ ഈ പർട്ടിക്കുലർ വ്യക്തി രേണുവിൻ്റെ ഒരു സ്റ്റോറി റിയാക്ട് ചെയ്തിട്ട് കുറച്ച് ഒരു ഇമോജി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റിന് ഓക്കെയാണോ? ഇപ്പം ഏതോ ഇൻസ്റ്റഗ്രാമിൽ അറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയാത്തൊരു വ്യക്തി രേണുവിൻ്റെ സ്റ്റോറിക്ക്, അതും ഈ റിയാക്ട് ചെയ്ത് ചോദിച്ച സമയത്ത് ചോദിച്ചതാണ്, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റിന് ഓക്കെയാണോ? ഇപ്പം രേണു ചേച്ചി പറഞ്ഞു യാ ആക്കാം. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഐ ആം ഇൻ UK നൗ, ഹൗ മച്ച് യു വിൽ സജസ്റ്റ്. ഞാൻ ഈ വായിച്ച ചാറ്റിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേറെയും ചാറ്റുകളുണ്ട്, അതും ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അതിൽ എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇയാളെ കണ്ട് മീറ്റ് ചെയ്യുന്നതിന് എത്രയാകും എന്ന് പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, പ്ലീസ് കോണ്ടാക്ട്
മൈ മാനേജർ, ദാറ്റ് മീൻസ് കരിഷ്മ. പിന്നെ എന്തോ കാലിൻ്റെ ഒരു ഫോട്ടോന് എന്താണത്, സണ്ണോ കിസ്സോ എന്തോ സൺ കിസ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടേനും റിപ്ലൈ പോയിട്ടുണ്ട്. ഇതാണ് ചാറ്റ്. അപ്പം ഈ 2 ചാറ്റിൽ സിമ്പിളായി പറഞ്ഞാൽ നാട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ പച്ചയായി ഈ ചാറ്റും ഈ ചാറ്റിൻ്റെ പാറ്റേൺ ഓഫ് രീതിയും കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്നാൽ രേണു ചേച്ചിക്ക് ഇതിന് ഒരുപാട് ന്യായീകരണങ്ങൾ തരാൻ പറ്റും. ഇതിനിടയിൽ കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു, അത് അൺസെൻഡ് ചെയ്തതാണ്, മേ ബി ദ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ എനിക്ക് ചേച്ചിനോട് പറയാനുള്ളത് ഒറിജിനൽ മെസ്സേജിൻ്റെ ചാറ്റ് ഹിസ്റ്ററി ചേച്ചി അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ രണ്ടാമത് ചേച്ചി പറയാൻ പോകുന്നത് നാട്ടിൽ വന്ന് മീറ്റ് ചെയ്തിട്ട് ചിലപ്പം UK നിന്ന് ചോക്ലേറ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പുതിയ ഷോർട്ട് ഫിലിമിൻ്റെയോ വെബ് സീരീസിലോ അഭിനയിക്കാൻ വേണ്ടിയിട്ടോ ആണ് എന്നുള്ളതും ചേച്ചിക്ക് പറയാം. കാരണം ആസ് ആൻ ആക്ട്രസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന നിലയിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ പല ഓഫറും കാര്യത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയും പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ കാണിക്കേണ്ടതാണ്. കാരണം എന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പേഴ്സണലി ഈ തരത്തിലുള്ള ചാറ്റ് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവും. എന്തായാലും ഈ ചാറ്റിനെ ഫേക്കാണ് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇതിൽ സത്യാവസ്ഥ ഇല്ല, എന്തോ പറഞ്ഞതാണ് എന്ന രീതിയിലൊക്കെയാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാറ്റ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത് ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഞാനത് കാണിക്കാൻ റെഡിയാണ്. എൻ്റെ ഐഫോൺ ക്ലൗഡിൽ ഞാൻ സേവ്ഡ് ആണ്. ഇനി കേസ് ആവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കൊടുക്കാൻ ഫുൾ പ്രൂഫ്സ് കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചാറ്റിൻ്റെ ക്രെഡിബിലിറ്റിനെ കുറിച്ച് ഡൗട്ടില്ല. ഇനിയിപ്പോൾ AI ക്രിയേറ്റ് ചെയ്തതാണ്, ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യും, എൻ്റെ കുഞ്ഞമ്മാവിൻ്റെ മോനാണ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ചേച്ചി ഓരോ എക്സ്പ്ലനേഷനും തരാണ്ട് മുങ്ങും. കാരണം ചേച്ചീൻ്റെ രേണുസുധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കേസുകൾ ഉണ്ടാവുമല്ലോ, വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇങ്ങനത്തെ കേസുകളൊക്കെ ചേച്ചി വലിയൊരു വിഷയമാക്കി എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യും. എന്നാൽ ഒരു ലേഡി എന്ന നിലയിൽ നമുക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഏറ്റവും ഒഫെൻസീവ് ആയിട്ടുള്ള കമൻറ്റുകൾക്കോ ചോദ്യങ്ങൾക്കോ മറുപടികൾക്കോ ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്വർണ്ണക്കടത്ത്, അല്ലെങ്കിൽ ഗൾഫ് പോയിട്ട് വേറെ പരിപാടിയാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഹനാൻ എന്ന് പറയുന്ന കുട്ടി അബോഷനെ കുറിച്ച് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ വീഡിയോൻ്റെ താഴെ വരുന്ന നീ ബോഡി എന്ന് പറയുന്നതിനെ എടുത്തു വെച്ചിട്ട് നീ ബോഡാ എന്ന് പറയുക എന്നീ തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചേച്ചിക്ക് മറുപടി ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചേച്ചി ഇതിന് മറുപടി തരും എന്നൊരു പ്രതീക്ഷയല്ല. ഇനി അഥവാ തരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നാണ്. ഞാൻ 100% ചേച്ചി അങ്ങനെ ഒരു മറുപടി തരികയാണെങ്കിൽ യോജിക്കുന്നു. കാരണം ഈ ചാറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ക്രെഡിബിലിറ്റീനെ ചേച്ചിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. രേഷ്മ ചേച്ചിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എന്ത് സാധനവും പറയുമ്പോൾ അവിടെ തെളിവ് വേണം. അപ്പോൾ ഈ വ്യക്തിയുടെ പേര് ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഏത് വ്യക്തിയായിട്ടാണ് ചാറ്റ് ചെയ്തത്, അയാൾ എന്താണ് പറഞ്ഞത്, എന്താണ് കണക്ട് ചെയ്തത് എന്നുള്ളൊരു സാധനം വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, കാണിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും പോകും. അല്ലാണ്ട് വെറുതെ ഒരു ചാറ്റ് തന്നെ ഒന്നും ആക്കില്ല, അതാക്കില്ല, ഇതാക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഒരു സാധനം വലിയൊരു ബോംബ് പോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ രേണു ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണെങ്കിലും നാട്ടിൽ വന്നിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് ക്ഷാണമുള്ള. എന്തായാലും ഞാൻ പറയട്ടെ, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളോട് ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ നമ്മളുടെ വെൽ വിഷേഴ്സ് ആവണമെന്നില്ല. അവരെല്ലാവരും നമ്മളെ ഭയങ്കരം സ്നേഹിക്കുന്നവരാവണമെന്നില്ല, അല്ലെ അവരെല്ലാവരും നമ്മളെ ആരാധിക്കുന്നവരാവണമെന്നില്ല. അതിൽ കുറേ പേര്, ഇപ്പോൾ രേണുസുധിയുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 1/4 പേരും കയറിയിരിക്കുന്നത് എന്താണ് രേണു എന്ന് പറയുന്ന വ്യക്തി സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നേ എന്നറിയാനാണ്. ബാക്കി കുറച്ച് ടീമുകൾ മാത്രമേ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി കയറും. അതുപോലെ രേണുവിനോട് ഈ തരത്തിലുള്ള ഫ്ലേർട്ടിംഗ് മെസ്സേജ് അയക്കുന്ന എല്ലാ വ്യക്തികളും രേണുവിന് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെ രേണുവിന് എന്തോ ഭയങ്കര ജീവനായി കണ്ടുകൊണ്ട് അയക്കുക എന്ന് കരുതരുത്. കുറേ പേരൊക്കെ രേണുവിൻ്റെ മെസ്സേജ് എന്താ, റെസ്പോൺസ് എന്താ, നിങ്ങളുടെ സ്വഭാവം എന്താ, നിങ്ങളുടെ രീതി എന്താ മനസ്സിലാക്കാൻ വേണ്ടി അയക്കുന്നവരാണ്.
അപ്പോൾ അങ്ങനെ അയക്കുന്ന ആൾക്കാരോടൊക്കെ ചാറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റ്സ് ഒക്കെ ലീക്കാവും എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും ഉള്ളത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ചാറ്റിൻ്റെ ഓവർ ക്രെഡിബിലിറ്റിയിലോട്ട് ചാടി പോകണ്ട. കാരണം ഷിഫിന ചേച്ചി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ രേണു തന്നെ കടന്ന് വേർക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് രേണുസുധിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കുറച്ച് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ടുള്ള കളികൾ കാണാം. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. അപ്പോൾ രേണുസുധിയുടെ ഏതോ ഒരു വീഡിയോന്റെ താഴെ എങ്ങാനും വന്നൊരു കമന്റ് ആണ് നിർത്തിപ്പോടി ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ രേണു ചേച്ചി നിർത്തിപ്പോടാ ഡാഷ് എന്ന് പറഞ്ഞതാണ്. അതൊക്കെ അവരുടെ വ്യക്തിഗതമായ ഇഷ്ടമാണ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല, പറയുന്നില്ല. പക്ഷെ എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പം നമ്മളോട് ഒരാൾ ബിഹേവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ആ വ്യക്തിയോട് തിരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളും ആ വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം രേണുവിൻ്റെ അടുത്ത് ഒരു പെർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെ വന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അതേ ലെവലിൽ തന്നെ രേണു ഈ പെർട്ടിക്കുലർ വ്യക്തിൻ്റെ അടുത്ത് തിരിച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ബിലീവ് രേണുവും ആ വ്യക്തിയും ഒരേ തലത്തിൽ കൂട്ടാമെന്ന്. പക്ഷേ എന്നാൽ കുറേ വ്യക്തികൾ പറയുന്നുണ്ട് നമ്മളടുത്ത് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ്സ് വരലുണ്ട്. അതിൽ ഒരു 5% ഓഫ് കമൻറ്റ്സും ഇതുപോലെ അബ്യൂസീവ് വേർഡുള്ള കമൻറ്റാണ്. ഞാൻ ഒരിക്കലും എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് ആ കമൻറ്റ് ഇട്ട വ്യക്തിക്ക് അതേ രീതിയിൽ റിപ്ലൈ കൊടുക്കില്ല. ഞാൻ ഒന്നെങ്കിൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഞാൻ ആ കമൻറ്റ് റിപ്പോർട്ട് ചെയ്യും, അല്ലേ ആ പെർട്ടിക്കുലർ കമൻറ്റ് ഇട്ട വ്യക്തിനെ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. പിന്നെ ആ വ്യക്തിക്ക് എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഞാനത് മാത്രമേ ചെയ്യൂ. കാരണം എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്ന എന്നെ അറിയുന്നതും അറിയാത്തവരുമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന ഒരു കമൻറ്റിന് ഞാൻ ഈ തരത്തിലുള്ള ഒരു മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് നല്ല തിരിച്ചറിവും ബോധ്യവുമുണ്ട്. അതെൻ്റെ ഒരു ഫിലോസഫിയാണ്. എത്ര പേര് ഇഷ്ടപ്പെടും യോജിക്കും എന്നെനിക്കറിയില്ല. എന്തായാലും ഈ ഒരു കുട്ടി കമൻറ്റിന് വരെ ഇത്ര റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെഫീനയുടെയും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ വന്ന ഈ സ്ക്രീൻഷോട്ടിന് അഗെയിൻസ്റ്റ് രേണു ചേച്ചി സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതും സംസാരിച്ചില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. കൂടുതൽ സംസാരിച്ച ഷെഫീന ഫുൾ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇടും, എന്താ പേടി കൊണ്ട് വായടച്ചിരിക്കുക എന്ന് ഞാനൊക്കെ പറയും. കാരണം ഞാൻ ചെയ്യാത്തൊരു ചാറ്റ് വേറൊരാൾ കൊണ്ടുപോയിട്ട് ഞാൻ ചെയ്ത ചാറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ല എന്ന് ഷുവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിക്കും. പക്ഷെ ഞാൻ ചെയ്തു എന്ന് ഷുവർ ആണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ മിണ്ടാണ്ട് വെക്കും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും, അല്ലെങ്കിൽ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കും. ഇഫ് യു തിങ്ക് രേണു ചേച്ചി ചെയ്തില്ല എന്ന് ഷുവർ ആണെങ്കിൽ മസ്റ്റ് ഫൈറ്റ്, ഞാനും വരും. ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റൂ. പാട് പാട്. ഇത് വേറൊരു കമന്റ് ആണ്. രേണുവിന്റെ റീച്ച് കുറഞ്ഞു, ഇനി സുധിച്ചേട്ടന്റെ ഫോട്ടോയുമായിട്ട് വന്നു. അപ്പൊ അതിന് റിപ്ലൈ എന്ന രീതിയിൽ ഫോട്ടോ വെച്ചിട്ട് രേണു എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു കുറ്റവും പറയാനില്ല ഗൈസ്, ഒരു കുറ്റവും പറയാനില്ല. കാരണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും പറയുന്നൊരു സാധനമാണ്, രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു 2-3 ഇനാഗ്രേഷൻ ഇല്ല, അല്ലെങ്കിൽ 3-4 ഷോർട്ട് ഫിലിം ഇല്ലെങ്കിൽ അവർ റീച്ച് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സുധിച്ചേട്ടനാണ്. ഒന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയും കൊണ്ട് വരും, അല്ലേ സുധിച്ചേട്ടൻ്റെ പെർഫ്യൂമും കൊണ്ട് വരും, അല്ലേ സുധിച്ചേട്ടൻ്റെ ട്രോളി ബാഗ് കൊണ്ട് വരും. ഇപ്പോൾ ആൾ വരുന്നത് സുധിച്ചേട്ടൻ്റെ ഷർട്ട് കൊണ്ടാണ്. രേണുവിൻ്റെ ഒരു ഗ്രോത്ത് തന്നെ എടുത്തു നോക്കുക. സുധിച്ചേട്ടൻ, പിന്നെ സുധിച്ചേട്ടൻ്റെ ഒരു പെർഫ്യൂം, പിന്നെ സുധിച്ചേട്ടൻ്റെ ഒരു ഷർട്ട്, അത് കഴിഞ്ഞതിന് ശേഷം സുജിത്തേട്ടൻ്റെ ഒരു ഫോട്ടോ, പിന്നെ പുള്ളീൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള റീൽസ്, പിന്നെ പുള്ളീൻ്റെ കയ്യിൽ മൈലാഞ്ചി, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം. അപ്പം അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഒരു രേണു കല്യാണം കഴിച്ച് നിന്നാലും റീച്ച് പോയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും സുധിച്ചേട്ടനുമായിട്ട് വരും എന്നുള്ള ഷുവറാണ്. ഞാൻ വലിയൊരു ലോങ് വീഡിയോയിലോട്ട് പോകുന്നില്ല, കാരണം ഈ ചൂട് അസഹനീയമായതുകൊണ്ട് തന്നെ മേ ബി വീഡിയോ കാണുന്ന നിങ്ങൾക്കും ചൂടെടുക്കും. ഞാൻ സൈഡിലൊരു എൻ്റർടൈൻമെൻറ്റ് ഡാൻസ് കാണിച്ചു തരാം. പോരട്ടെ. ഫ്രണ്ടോട്ട് വന്നു, താഴോട്ട് വന്നു. ഈ ഡാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഡാൻസിൻ്റെ ക്യാപ്ഷനാണ്. ഈ ക്യാപ്ഷൻ കണ്ടാൽ നമ്മളെല്ലാവരും ഈ ഡാൻസ് ആരാധിച്ചു പോകും. ഐ ആം ഹാപ്പി. നെഗറ്റീവ് കമൻറ്റ് എനിക്ക് വെറും ഡാഷ് ആണ്. ആ ഡാഷ് ഞാൻ പറയുന്നില്ല. രേണു ചേച്ചി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലും വീഡിയോൻ്റെ മുമ്പിലും കമൻറ്റ് മുമ്പിലൊക്കെ പറയുന്ന രേണു ചേച്ചിയുടെ സ്വന്തം വേർഡാണിത്. രേണു ചേച്ചി പഠിച്ച വേർഡ്, രേണു ചേച്ചിയുടെ സംസ്കാരം എന്നൊക്കെ ഉള്ളത്. ഞാൻ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ ഒന്നും സപ്പോർട്ട് ചെയ്യല്ല. കാരണം നിങ്ങൾക്ക് ഈ രീതിയിൽ അസഭ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടാനുള്ള റൈറ്റോ അവകാശമോ ഒന്നുമില്ല. നമുക്ക് ക്രിട്ടിക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കാണുന്ന സമയത്ത്
നമുക്ക് നമ്മുടെ മറുപടി പറയാം. പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാം. എല്ലാവരോടും പോസിറ്റീവ് പറയണമെന്നല്ല, നെഗറ്റീവ് പറയാം. പക്ഷെ ആ പറയുന്നതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കുറേ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവരവരുടെ സ്റ്റാൻഡേർഡ് വിടുമായിരിക്കും. പക്ഷെ അത് അപ് ടു ദെയർ ക്യാരക്ടർ. ഞാനിന്ന് ഈ വീഡിയോ മെയിനായിട്ട് എടുത്തത് ഈ ഒരു ചാറ്റ് സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാനാണ്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പം ഈ മാനേജറെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഇനിയും സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ.